ഹലോ, നമ്മളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. ഞാനും ഇത്താത്തയും ബേബിയും മോളും നമ്മളിങ്ങനെ നടന്നിട്ട് ചായ കുടിച്ചാലോ വിചാരിച്ചു. നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഇത്താത്തൻ്റെ അടുത്തേക്ക് ഇറങ്ങിയതേനു. അപ്പം ഇത്താത്തൻ്റെ അടുത്ത് വന്ന് കുറച്ച് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ വാവ ഒന്ന് വീണ്. അപ്പോൾ കരച്ചിലും മറ്റേ ഞാൻ പുറത്ത് കൊണ്ടുപോയപ്പോൾ വാവക്ക് ഭയങ്കര ഹാപ്പി. വാവക്ക് സുഖമില്ല, ചെറിയൊരു പനിയും ജലദോഷം എല്ലാം ഉണ്ടേനു. അപ്പോൾ പുറത്ത് കൊണ്ടുപോയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടേരോ. ഞാൻ പറഞ്ഞു ഇത്താത്തനോട് നമുക്കൊന്ന് നടക്കാൻ പോവാം. അപ്പോൾ ഇത്താത്തന് എന്തായാലും നടക്കാൻ പോവാം, ഒരു ചായയും കുടിക്കാൻ. അങ്ങനെ നമ്മൾ ഇറങ്ങിയത് ഇവിടെ. അപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്താത്ത പറഞ്ഞു ഇവിടെ അടുത്തൊരു കടയുണ്ട്, ഫലാഫൽ റോൾ കിട്ടും, നല്ല ടേസ്റ്റാന്ന് പറയുന്ന കേട്ടിന്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോകുന്നതാണ്. ഇത് വരുന്നത് ഷോപ്പ് വരുന്നത് ദുബായ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അതാ കാണുന്നതാണ് ഈ ദുബായ് ഹോസ്പിറ്റൽ. ഹായ് പറ. എന്താ ഓർഡർ ചെയ്തേ? ഞാനും പൊറോട്ട ചിക്കൻ. ഞാനും പൊറോട്ട ചിക്കൻ. നമുക്ക് ചായ, വെറും ചായ, കാലിച്ചായ. അല്ല വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഫ്രൈ ആക്കണം എല്ലൻ്റെ സാധനം. എൻ്റെ ഇടവും ബലവും. നമ്മൾ പോയ സാധനം കിട്ടിയിട്ടില്ല, പകരം ഇവർ ചിക്കൻ പൊറോട്ട റോളാണ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പം ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങി. ഇങ്ങനെ ഒരു മത്സരമല്ല, ഭക്ഷണമാണ്. അങ്ങനെ നമ്മുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇത്താത്തൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് മച്ചു നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിന്. അപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ല, പിന്നെ നമ്മൾ വേഗം ഇറങ്ങി തിരിച്ച് നമ്മളെ വീട്ടിലെത്തി. വന്നപാട് റയാനോക്ക് വന്നപാടല്ല, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഡിന്നറാക്കി. ഇതായിരുന്നു ഡിന്നർ. സ്വീറ്റ് കോണും മുട്ട പുഴുങ്ങിയതും പാലും. പിന്നെ ഞാൻ വെള്ളാപ്പത്തിന് അരച്ച് വെക്കാൻ വിചാരിച്ച് പിറ്റേന്നത്തേക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഒരു സ്ഥലം വരെ പോകാനുണ്ട്, കുറേ അധികം വർക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേന്ന് രാവിലത്തേക്ക് എല്ലാം ഇടിപിടിയെന്നാവില്ല, അതുകൊണ്ട് വെള്ളാപ്പത്തിന് അരച്ച് വെക്കുക. പിന്നെ കടലക്കറി ആക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി കടലക്കറി കഴിച്ചിട്ട്, അപ്പോൾ കടലയും പുതിർത്തി വെക്കാൻ വിചാരിച്ചു. ഈ വെള്ളാപ്പത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കഥ തന്നെ ഉണ്ട് പറയാം. ഞാൻ ഈ വെള്ളാപ്പം പഠിച്ചതും ഇത്ര ടേസ്റ്റില്ല, നല്ല അടിപൊളി നാടൻ വെള്ളാപ്പാക്കുവേ. അപ്പോൾ അത് പഠിച്ചതിൻ്റെ പിന്നിലും നല്ലൊരു കഥയുണ്ട്. അപ്പം ഞാൻ ഈസ്റ്റും പിന്നെ ഷുഗറും ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വെക്കുക. പിന്നെ ഞാൻ അരക്കുമ്പം ഏലക്കായ ഇടുവേ. ഇങ്ങനെയാണ് എനിക്ക് ചേച്ചി പഠിപ്പിച്ച് തന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളാപ്പത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അപ്പോൾ എനിക്ക് ഈ വെള്ളാപ്പത്തിന് അരക്കാനൊരു ചേച്ചിയെ പഠിപ്പിച്ച് തന്നത്. അതല്ല കഥയെല്ലാം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആ ചേച്ചീനെ ഓർക്കും ഞാൻ എപ്പോഴും. വെള്ളാപ്പം കഴിക്കുമ്പോൾ ഞാൻ ആ ചേച്ചീനെ ഓർക്കും. ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി എന്നെ ഓർക്കട്ടെ. അങ്ങനെ ഞാൻ കടലയും പുതിർത്തി വെച്ച് വെള്ളത്തിലിട്ട് വെച്ച്, പിന്നെ കുറച്ചധികം പണി പിറ്റേന്നത്തേക്കും എല്ലാം ചെയ്ത് തീർക്കാനുള്ള പണി ഞാൻ അന്ന് രാത്രി തന്നെ കുത്തിയിരുന്ന് തീർത്തെന്ന് പറയാൻ പറ്റില്ല, പകുതിയെങ്കിലും തീർത്ത്. അപ്പോൾ പിറ്റേന്ന് എനിക്ക് രാവിലെ ഫുഡാക്കണം, പിന്നെയും വർക്കിനിരുന്ന് പിന്നെ ചോറുണ്ടാക്കിയിട്ട് വേണം എനിക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി കുറച്ച് സമയം അധികം ഇരുന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു 100ഓളം ബ്ലോഗേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാത്രി ഇരുന്നത്.
പിന്നെ പിറ്റേന്നത്തേക്കുള്ള കുറച്ച് പണിയും കൂടി അതും കൂടി തീർക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ബ്ലോഗേഴ്സിനെ കണ്ടുപിടിക്കുന്നതും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും തിരക്കായിപ്പോയി. റയാനുവിനെ ആ സമയം കൊണ്ട് മച്ചു റയാനുവിൻ്റെ കൂടെ ഉറങ്ങുന്നവരാരെങ്കിലും ഇങ്ങനെ വേണം സംസാരിക്കാൻ അവനിക്ക്, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും വാ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റയാനുവിൻ്റെ കൂടെ മച്ചു കിടന്ന്. അപ്പം ഞാൻ പണി ഏകദേശം തീർക്കാനായി. എന്നിട്ട് ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് ആവാൻ വിചാരിച്ച്. ഞാൻ പോയി വന്നിട്ട് പിന്നെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് നിന്നത് അതാ. എല്ലാം തീർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രഷായിട്ട് കിടക്കാൻ വിചാരിച്ച്. കുറേ പണിയുണ്ടായിരുന്നല്ലോ, പിറ്റേന്ന് പിന്നെയും തുടങ്ങണ്ടേ അത് വിചാരിച്ചിട്ട്. കാരണം ഈ ഓട്ടപ്പാച്ചിൽ എനിക്ക് തീരെ പറ്റാത്ത കാര്യമാണ് ഈ ഓട്ടപ്പാച്ചിൽ. അതുകൊണ്ടാണ് എല്ലാം അന്ന് തീർക്കുന്നത്. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി ഒരു പാലും കുടിച്ച് ഗുഡ് നൈറ്റ് പറയാനായി. അപ്പോൾ ഓക്കെ, അടുത്ത ഓട്ടം നാളെ മുതൽ തുടങ്ങാം.